ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഷഷ്ടി വ്രതമാണ്. അതുകൊണ്ട് ഒരു മാലയൊക്കെ കെട്ടുന്നുണ്ട്. രാവിലെ കുറച്ച് പൂവൊക്കെ പറിച്ച് മാലയൊക്കെ കെട്ടി ഭഗവാന് ചാർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ഫോട്ടോയിൽ, മുരുകൻ്റെ ഫോട്ടോയിൽ നമ്മൾ മാലയൊക്കെ ചാർത്തി നെയ് വിളക്കൊക്കെ കൊളുത്തി വയ്ക്കുന്ന പതിവുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാലയൊക്കെ കെട്ടുകയാണ്. പിന്നെ കുറച്ച് പൂവൊക്കെ അധികം ഉണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിലും കൊണ്ടുപോകുന്ന പതിവുണ്ട്. അങ്ങനെ രാവിലെ നെയ്വിളക്കൊക്കെ കൊളുത്തി വെച്ചു. ഭഗവാന്റെ ഫോട്ടോയിൽ മാലയൊക്കെ ചാർത്തി അതിനുശേഷം കുറേ നാമങ്ങളൊക്കെ അവിടെ നിന്ന് ചെല്ലും. ഭഗവാന്റെ കീർത്തനങ്ങൾ, അതുപോലെ അഷ്ടോത്തരം, അതുപോലെ പിന്നെ സ്കന്ദഷഷ്ടി കവചം, അതുപോലെ അതൊക്കെ ചൊല്ലി നമ്മൾ വ്രതം എടുക്കുമ്പോൾ ആ നാമങ്ങളെല്ലാം ചെല്ലണമല്ലോ. അങ്ങനെ കുറച്ച് നാമങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്ന് ചൊല്ലി അതിനുശേഷം പിന്നീട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾക്ക് മാത്രം മതി, ചേട്ടൻ മാത്രം മതി. ചേട്ടന് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അത് മടക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. മടക്ക് ദോശ എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത്. ദോശ അടയെന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. ഇത് ഗോതമ്പ് പൊടിയും പിന്നെ മൈദാമാവിൻ്റെ പൊടിയും കൂടെ അല്പം കലക്കി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി വെക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് കലക്കണം. അതിനുശേഷം നമ്മൾ അത് തിരിച്ചിട്ട് അതിൽ അല്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം ദോശ മറിച്ചിടുമ്പോൾ. അതിനുശേഷം കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ, ശർക്കരയല്ല പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. അതിന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് മടക്കുക. അതാണ് മടക്ക് ദോശ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. 4 മണി പലഹാരമായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് മടക്ക് ദോശ. അതങ്ങനെ 2-3 മടക്ക് ദോശ ഉണ്ടാക്കി അപ്പുറം ഇപ്പുറമായിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ. അത് ഉണ്ടാക്കി കൊടുത്തു. അതായിരുന്നു രാവിലത്തെ ഇന്നത്തെ. ഒരാൾക്ക് മാത്രം ആയതുകൊണ്ട് അത് മതിയല്ലോ. 2-3 ദോശ ഉണ്ടാക്കി ചേട്ടന് കൊടുത്തു. അതിനുശേഷം ഞാൻ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വണ്ടിയുടെ താക്കോലെടുക്കുമ്പോൾ വീട്ടിൻ്റെ താക്കോലെടുക്കാൻ മറന്നു പോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മറന്നു പോകുന്നതൊക്കെ പോയി എടുത്തു വരികയാണ്. പിന്നെ വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീടൊക്കെ പൂട്ടി വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോവുകയാണ്. അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 1-1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കഷ്ടിച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും വെയിലൊക്കെ ആയിട്ട് നടന്നു പോകാത്തതുകൊണ്ട് സ്കൂട്ടി പോവുകയാണ്. സ്കൂട്ടി അറിയാവുന്നതുകൊണ്ട് ഇപ്പം നടന്നു പോകുന്ന പതിവില്ല. എല്ലായിടത്തും ഇതിനകത്തങ്ങ് പോവും. അങ്ങനെ സ്കൂട്ടിയിൽ പോവുകയാണ്. അതുപോലെ മാസഷഷ്ടിക്ക് അങ്ങനെ വേറെ ആൾക്കാരൊന്നും ഇല്ല കൂടുതൽ നടന്നു പോകാൻ. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ മാസം തോറും അധികം ആൾക്കാർ നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോയി. ഇതാണ് അമ്പലം, മയിലാടുംകുന്ന് ശ്രീ മുരുകൻ കോവിൽ. ഒരുപാട് ആൾക്കാർ ഷഷ്ടി നോക്കാൻ വരും. എല്ലാ മാസവും നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഷഷ്ടി, തുലാമാസത്തിലെ ഷഷ്ടി വളരെ പ്രധാനമാണ്. അന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന അമ്പലമാണ്. അതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ നടത്താമെന്ന് എല്ലാവരും കമ്മിറ്റി അംഗങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കൊണ്ടുവന്ന പടച്ചോറ് കഴിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ഭഗവാന്റെ ചോറ് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഈ ചോറാണ് ഉച്ചയ്ക്ക് ഒരു നേരം നമ്മൾ കഴിക്കും. അത് ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇന്നൊന്നും കഴിക്കത്തില്ല. വൈകിട്ട് പഴം എങ്ങാനും നാമം ചൊല്ലിയതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നാളെ